ഇന്ന് പുലർച്ചെ ഒരു 4 മണിയോടുകൂടി ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തിയ പൂജാരിയാണ് ഇവിടെ മോഷണം നടന്ന സംഭവം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് അദ്ദേഹം ഓഫീസിന് പരിസരം മൊത്തം നോക്കിയതിന് ശേഷമാണ് ഇവിടെ വലിയൊരു മോഷണം തന്നെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. രാവിലെ ഞാൻ വരുന്ന സമയത്ത് മെയിൻ ഗേറ്റ് അടച്ചിട്ടിരുന്നു. അത് ഞാൻ തുറന്നിട്ട് തന്നെയാണ് ഉള്ളിൽ കടന്നു കഴിഞ്ഞ് പിന്നെ മെയിൻ സ്വിച്ച് എല്ലാ കറണ്ടും ഇട്ട് നോക്കുന്ന സമയത്താണ് പൂട്ട് പൊളിഞ്ഞ് കാണുന്നത്. അപ്പോൾ ആ പൂട്ട് പൊളിഞ്ഞ് ഞാൻ ഉള്ളിൽ കടക്കാൻ നോക്കിയ സമയത്ത് ഉള്ളിലെ പൂട്ടൊക്കെ കംപ്ലീറ്റ് പൊളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഉള്ളിൽ നോക്കുന്ന സമയത്ത് പൂജാതിൻ്റെ പാത്രങ്ങൾ, നേരി ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, ഉരുളി, ഇങ്ങനെയുള്ള വിളക്ക്, ഇങ്ങനെ ഉണ്ടാകുന്ന സാധനങ്ങളൊന്നും ഇല്ല, ഒക്കെ എടുത്തിരിക്കുന്നു. കുറേ സാധനം എടുത്തും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് മണ്ണാരം രണ്ടും പൊളിച്ചിരിക്കുന്നു. പൊളിച്ച് പിന്നെ ഓഫീസിൽ പോകണം, മറ്റേ ഓഫീസ് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കുന്നതെല്ലാം പിടിച്ച് വലിച്ച് പുറത്തിട്ടിരിക്കുന്നു. ഈ കാണുന്ന ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ഈ കാണുന്ന ഭണ്ഡാരത്തിൽ നിന്നുമാണ് പണം എടുത്തത്. അതുപോലെ തൊട്ടടുത്തുള്ള ഒരു ഭണ്ഡാരം കൂടെ ഉണ്ട്, അതിനകത്തൊന്നും പണം എടുത്തിട്ടുണ്ട്. ഇതിന് സമീപത്ത് ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഓഫീസിൻ്റെ പൂട്ട് പൊളിച്ച് അതിനകത്തുള്ള അലമാരയിൽ നിന്നും പണം മോഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഓഫീസിനുള്ളിലുണ്ടായിരുന്ന ഉരുളി, അതുപോലെ വിളക്കുകൾ, ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന വിളക്കുകളെല്ലാം നഷ്ടപ്പെട്ടതായി ക്ഷേത്രത്തിലെ ഭാരവാഹികളും പറയുന്നു. എന്തായാലും ഈ ഒരു മോഷണത്തിൽ ചേവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.